ജോമെട്രി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 2 dimensional ജോമെട്രി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അത് പഠിച്ചിട്ടുള്ളത്? സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ അതില് സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് മുൻപ് ആദ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഓർമ്മയുണ്ടോ എന്താണ് 2 പോയിന്റ് വന്നു കഴിഞ്ഞാൽ? പോയിന്റ്സ് എന്താണെന്ന് അറിയാലോ. ഒരു പോയിന്റിന്റെ ജനറൽ ഫോം എന്താണ്? ഒരു 2 dimensional സ്പേസിൽ ഒരു പോയിന്റ് സാധാരണ x, y എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? x, y ഈ പോയിന്റിന്റെ താഴത്തേക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കുമ്പോൾ ഈ ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത്? x. ഈ മുകളിലേക്കുള്ള ഈ ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത്? y. ഈ ലെങ്ത് x ആണ്, മുകളിലേക്കുള്ള ഈ ലെങ്ത് എന്താണ്? y ആണ്. ഓക്കെ ആണ്. അപ്പൊ ഇത് x ആണ്, മുകളിലേക്ക് എന്താണ്? y ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് x, y എന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ഓരോ ക്വാഡ്രന്റ് അറിയാലോ. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണിത്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റില് എക്സ് പോസിറ്റീവ് ആണ്, വൈയും എന്താണ്? പോസിറ്റീവ് ആണ്. അറിയാലോ അല്ലെ? ഇത് ഒറിജിൻ ആണ്. ഈ സെന്റർ 0, 0 എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ഈ എക്സ് ആക്സിന്റെ റൈറ്റിലേക്കുള്ള ഭാഗം എക്സ് പോസിറ്റീവ് ആണ്, ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് ആണ്. കാരണം ഇത് 1, 2, 3 എക്സെട്ര, -1, -2 എക്സെട്ര, 1, 2 എക്സെട്ര, -1, -2 എക്സെട്ര, അത് 0. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോയിന്റ്സിന്റെ പ്രത്യേകത അവർക്ക് എന്തായിരിക്കും? എക്സ് പോസിറ്റീവ് ആയിരിക്കും ചെയ്യും, വൈയും എന്തായിരിക്കും? പോസിറ്റീവ് ആവും. സെക്കൻഡ് ക്വാഡ്രന്റിലെ പോയിന്റ്സിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ എക്സ് നെഗറ്റീവ് ആയിരിക്കും, വൈ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി തേർഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താണ്? എക്സും വൈയും എന്താണ്? നെഗറ്റീവ് ആണ്. കണ്ടോ? രണ്ടും എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി എന്താണ് ഫോർത്ത് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താണ്? വൈ നെഗറ്റീവും എക്സ് എന്താണ്? പോസിറ്റീവ് ആണ്. വൈ നെഗറ്റീവും എക്സ് പോസിറ്റീവ് ആണ്. നമ്മൾ ഈ ഭാഗത്ത് കോംപ്ലക്സ് നമ്പറിൽ കണ്ടതാണ്, എന്നാലും ഡിഷൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അത് ഏത് ക്വാഡ്രന്റിലാണെന്ന് കാണാനുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. കാരണം നമ്മുടെ ഈ പ്രോബ്ലത്തിൽ കുറെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫിഗർ നമുക്ക് മനസ്സിലാലോചിച്ച് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഫിഗർ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ആ പോയിന്റ് എന്നാൽ ആ പോയിന്റ് എവിടെയായിരിക്കും അതിന്റെ സ്ഥാനം എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റണം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതെങ്കിലും ക്വാഡ്രന്റില് ഏകദേശം രൂപം എവിടെയാണെന്ന് അറിയാൻ പറ്റണം. 2, 3 സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? ഇല്ല. 2ഉം 3ഉം പോസിറ്റീവ് ആണ്. അപ്പൊ അത് എവിടെ വേണ്ടത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പൊ ഏകദേശം അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ധാരണകളൊക്കെ കൃത്യമാണ്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്റ്റൻസ് ഫോർമുല. സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഡിസ്റ്റൻസ് ഫോർമുല. 2 പോയിന്റ് ഉണ്ട്, x1, y1. നെക്സ്റ്റ് എന്താണ്? x2, y2. ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? ഡിസ്റ്റൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അറിയാലോ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഓക്കെ. അതിപ്പോ x1 മൈനസ് x2 കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് വ്യത്യാസമല്ല ഉള്ളൂ. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പോയി കിട്ടും അല്ലെ? ഓക്കെ. അപ്പൊ d ഈക്വൽ ടു എന്താണ്? ഇതാണ്. ഇത് 3 dimensional ജോമെട്രി ആണെങ്കിൽ സംഭവിക്കും റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് എന്തുണ്ടാവുന്നു? z2 മൈനസ് z1 ഹോൾ സ്ക്വയർ. ഓക്കെ. z2 മൈനസ് z1 ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്ഷൻ ഫോർമുലയാണ്. സെക്ഷൻ ഫോർമുല ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെക്ഷൻ ഫോർമുല ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഉണ്ട്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു പോയിന്റ് എ എന്ന് പറയുന്നത്. ഇതെന്താണ്? x1, y1. ഇത് ബി എന്ന് പറയുന്നത് x2, y2. ഇതിന്റെ അകത്ത് എ ബി ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ് കേട്ടോ. ഈ ലൈൻ സെഗ്മെന്റിന്റെ അകത്ത് ഞാൻ ഇവിടെ എന്ത് ചെയ്യാം? ഒരു പോയിന്റ് ഇട്ടു. എന്ത് ചെയ്തു? ഇവിടെ ഒരു പോയിന്റ് ഞാൻ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ആ പോയിന്റിന്റെ പ്രത്യേകത, ആ പോയിന്റ് എന്ത് ചെയ്തു? ഈ എനെയും ബിനെയും എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ 2 കഷ്ണങ്ങളാക്കി മുറിച്ചു അല്ലെ മക്കളെ? 2 കഷ്ണങ്ങളാക്കി മുറിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഒരു റേഷ്യോ ഉണ്ടായിട്ടുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ എന്തായാലും ഒരു റേഷ്യോ ഉണ്ടായിട്ടുണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം? m:n. നമുക്ക് കൊച്ചു ക്ലാസ് നമ്മൾ +2 പഠിച്ചാണ് കേട്ടോ. എന്താണ് m:n? +1 പഠിച്ചാണ്. എന്താണ് m:n? അതായത് a മുതൽ ഈ പോയിന്റ് ഇപ്പൊ c ആണെന്ന് വിചാരിക്കുക. x, y ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതായത് ചോദ്യം ഇങ്ങനെയായിരിക്കും. എ ബി എന്ന് പറയുന്ന 2 പോയിന്റ് ഉണ്ട്. ഈ 2 പോയിന്റിന്റെ ഇടയിൽ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അറിയില്ല കേട്ടോ. ആ സി എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? കട്ട് ചെയ്തിട്ടുണ്ടാവും. എയും ബി പോയിന്റുകൾ തന്നിട്ടുണ്ടായിരിക്കും. സി എന്ന് പറയുന്ന പോയിന്റ് എന്ത് കട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എന്നിട്ട് ആ റേഷ്യോ പറയും 2:3 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് അവരെ കട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ പോയിന്റ്? ഈ പോയിന്റ് പൊസിഷൻ മാറുന്നവരും നമ്മുടെ എന്ത് ചെയ്തോണ്ടിരിക്കും? ഈ റേഷ്യോ മാറിക്കൊണ്ടിരിക്കും അല്ലെ? ഈ പോയിന്റ് കൊണ്ട് നീങ്ങി കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് മാറിയിട്ടുണ്ടാവും. അപ്പൊ m അല്ല ലെങ്ത് വരിക, വേറെ ആയിരിക്കും ലെങ്ത് വരിക. അപ്പോ ഞാൻ എത്ര വെച്ച് മുറിച്ചാലും അവിടെ എന്തായിരിക്കും? ഒരു റേഷ്യോ ഉണ്ടായിരിക്കും. ഞാൻ അതിനെ എന്ന് വിളിച്ചു? m എന്ന് വിളിച്ചു. ഇത് പുള്ളിനാണ് കേട്ടോ ഒരു പോയിന്റ് വന്നിട്ടുള്ളത്. അപ്പൊ m:n എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, എത്രയേ ഉള്ളൂ? x, y ആണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പൊ സി ഓഫ് എക്സ് കോമ വൈ. അപ്പൊ നമ്മൾ ഇതിന് 2 പോയിന്റ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. എക്സ് കോമ വൈ ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കണം, എക്സിന് ചെയ്യുമ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും ഉപയോഗിക്കാം. ഓക്കെ, വൈനെ ചെയ്യുമ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ടത് നോക്കുക, എ മുതൽ സി വരെ, സി വെച്ചിട്ടല്ലേ മുറിക്കുന്നത്, എ മുതൽ സി വരെയുള്ള ആ റേഷ്യോ ആരാണ്? എം ആണ് അല്ലെ. ഇനി സി മുതൽ ബി വരെയുള്ള റേഷ്യോ ആരാണ്? എൻ ആണ്. അപ്പൊ എ സിയുടെ റേഷ്യോ എമ്മും സി ബിയുടെ റേഷ്യോ ആരാണ്? എൻ ആണ്. ഇനി അത് വിടുക, എയുമായി ബന്ധപ്പെട്ട റേഷ്യോ ആരാണ്? എം ആണ്. ബിയുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോ ആരാണ്? എൻ ആണ്. അങ്ങനെ ആലോചിക്കുക കേട്ടോ. എയുമായിട്ട് ബന്ധപ്പെട്ടത് എം ആണ്, ബിയുമായി ബന്ധപ്പെട്ട റേഷ്യോ എൻ ആണ്. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം x1 ഇൻറ്റു അപ്പുറത്തെ റേഷ്യോ. എയുടെ പോയിന്റ് എടുക്കുമ്പോൾ അപ്പുറത്തുള്ള ബിയുടെ റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇവിടത്തെ എയുടെ പോയിന്റ് എടുക്കുമ്പോൾ ബിയുടെ റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ nx1 നിങ്ങൾ കാണാപ്പാടം പഠിക്കണ്ട. അതായത് ആദ്യത്തെ പോയിന്റിന്റെ റേഷ്യോ എടുക്കുമ്പോൾ ആദ്യത്തെ പോയിന്റ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഫിക്സ് ചെയ്യുക. ഇപ്പൊ എയുടെ പോയിന്റ് എടുക്കുമ്പോൾ ആ പോയിന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആരുടെ റേഷ്യോ ആണ്? അപ്പുറത്തെ പോയിന്റിന്റെ റേഷ്യോ ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മാത്രം ആലോചിച്ചാൽ മതി. പ്ലസ് ഇനി x2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആരാണ് ചെയ്യുന്നത്? mx2. ഓക്കെ, ഡിവൈഡ് ബൈ m പ്ലസ് n. n പ്ലസ് എമ്മോ അല്ലെങ്കിൽ m പ്ലസ് എന്നോ, അങ്ങനെ n പ്ലസ് എം തന്നെ എഴുതിക്കോളൂ. രണ്ട് വ്യത്യാസമല്ലേ? n പ്ലസ് m കറക്റ്റ് എഴുതണം. അടുത്തതിലും മാറും, അതുകൊണ്ടാണ് ടീച്ചർ തിരിച്ചെഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ y ആണെങ്കിൽ എന്ത് സംഭവിക്കും? എയുടെ പോയിന്റ് എടുക്കുമ്പോൾ ബിയുടെ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ny1 പ്ലസ് അടുത്തത് വൈറ്റ് എടുക്കുമ്പോൾ ബിയുടെ പോയിന്റ് എടുക്കുമ്പോൾ ആദ്യ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യണം, എയുടെ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് തോന്നുന്നു? my2 ഡിവൈഡഡ് ബൈ n പ്ലസ് m. ഓക്കെ, ഇതാണ് ഇന്റേണൽ റേഷ്യോ, ഇതാണ് ഇന്റേണൽ സെക്ഷൻ ഫോർമുല. ഓക്കെ, ഇനി ഇതേ സംഭവം തന്നെ എക്സ്റ്റേണൽ പറയുമ്പോൾ ഇത് ഇന്റേണൽ ആണ്. ഇനി എക്സ്റ്റേണൽ പറയുമ്പോൾ, എക്സ്റ്റേണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു ലൈൻ സെഗ്മെന്റ് അല്ലേ? ഇപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്, ചെറുതായിട്ട് വരയ്ക്കണേ. ഇവിടെ എ ഉണ്ട് x1, y1, ഇവിടെ ബി ഉണ്ട് x2, y2. ഇവിടെ എന്തുണ്ട്? ഈ ലൈൻ സെഗ്മെന്റിന്റെ ഭാവിയിൽ ഈ പോയിന്റിലാണ് എന്താ? സി ഓഫ് എക്സ് വൈ. ഇവിടെയാണ്, പുറത്താണ്. എ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്താണ് അത് വരുന്നത്. സെയിം ഇതിലാണ് പോയിന്റ് വരുന്നത്. അപ്പോഴും ഇവിടെ ഉള്ളിൽ കുറച്ചപ്പോഴും എയും സിയുമായിട്ട് റേഷ്യോ ഉണ്ട്, ബിയും സിയുമായിട്ട് റേഷ്യോ ഉണ്ട്. അതുപോലെ തന്നെ സി പുറത്ത് വരികയാണെങ്കിലും എയും സിയുമായിട്ടുള്ള റേഷ്യോനെ എം എന്ന് വിളിക്കുകയാണ്, ബിയും സിയുമായിട്ടുള്ള റേഷ്യോനെ എന്ന് വിളിക്കുകയാണ്, എൻ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, രണ്ട് പോയിന്റുകളും ഉള്ളിൽ നമ്മൾ മുറിക്കുന്നത് ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മുടെ ഈ രണ്ട് എൻ പോയിന്റുകളായിട്ട് എന്തെങ്കിലും ഒരു റേഷ്യോ ഉണ്ടാക്കുന്നുണ്ട്. ഈ മുറിക്കലാണ് ഒരു റേഷ്യോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എയും സിയുമായിട്ട് ഉണ്ടാക്കുന്ന റേഷ്യോ ആരെന്ന് പറയുന്നത് എം, ബിയും സിയുമായിട്ട് ഉണ്ടാക്കുന്ന റേഷ്യോ ആരെന്ന് പറയുന്നത് എൻ. ഇതൊക്കെ ഷോർട്ട് ആയിട്ട് ടീച്ചർ ചെറുതാക്കിയിട്ട് പറഞ്ഞു തരാണ്. നിങ്ങൾ എന്ത് ചെയ്യാതെ കൃത്യമായിട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, നോക്കുക. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക കേട്ടോ, ഒരു വ്യത്യാസമുള്ളേ. ഇവിടെ പ്ലസിന് പകരം മൈനസ് ആയിരിക്കും. എക്സ്റ്റേണൽ ആവുമ്പോൾ എന്താ വരിക? മൈനസ് ആയിരിക്കും. ഓക്കെ, എക്സ്റ്റേണൽ ആണെങ്കിൽ മൈനസ് ആണ് കേട്ടോ. അപ്പൊ സി കാണുന്ന ഇക്വേഷൻ സി ഓഫ് എക്സ് വൈ. ബാക്കി എല്ലാം സെയിം ആണ്. എക്സ് ചെയ്യുമ്പോൾ എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ എക്സ് വെച്ച് ചെയ്യാം, വൈ കോർഡിനേറ്റ് ആണെങ്കിൽ വൈ കോർഡിനേറ്റുകൾ വെച്ച് ചെയ്യാം. ഇനി കോർഡിനേറ്റ് ചെയ്യുമ്പോൾ എയുടെ പോയിന്റ് എടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആരുടെ റേഷ്യോ ആയിട്ടാണ്? ബിയുടെ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യാം. ബിയുടെ പോയിന്റ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കണം? എയുടെ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പോണേ? x1 ട്ടാ. x1 ആരുടെയാണ്? എയുടെ പോയിന്റ് ആണ്. അപ്പൊ ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ബിന്റെ റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. nx1 മൈനസ് അടുത്തത് x, ഇപ്പുറത്തെ x കോർഡിനേറ്റ്. അപ്പൊ mx2. ഓക്കെ, ബിയുടെ പോയിന്റ് എടുത്തപ്പോ എയുടെ റേഷ്യോ ആയ എമ്മുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഡിവൈഡ് ബൈ ഇവിടെ എന്താണ് ചെയ്തത്? അതേ ഓർഡറിൽ n മൈനസ് ആണ്. അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. m മൈനസ് എന്ന് തിരിച്ചെഴുതരുത്, തെറ്റിക്കരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത എന്തായിരിക്കും വരിക? y1 ഇൻറ്റു n ny1 മൈനസ്. എക്സ്റ്റേണൽ ആകുമ്പോൾ ആലോചിക്കുന്നത് മൈനസ് ആണ്, ഇന്റേണൽ ആകുമ്പോൾ പ്ലസ് ആണ്. അത്രയുള്ള വ്യത്യാസം. ഇനി എന്താണ് ഇവിടെ? y2 ഇൻറ്റു ഇപ്പുറത്തെ പോയിന്റ് ആരാണ്? m ആണ്. അപ്പൊ my2 ഡിവൈഡ് ബൈ n മൈനസ് m. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്ര ചെയ്യണ്ടു. ഇന്റേണൽ ആണെങ്കിൽ നടുവിൽ പ്ലസ് ആണ്, എക്സ്റ്റേണൽ ആണെങ്കിൽ നടുവിൽ എന്താണ്? മൈനസ് ആണ്. അപ്പോ രണ്ട് പോയിന്റുകളുടെ റേഷ്യോ ആദ്യം ഫിക്സ് ചെയ്യാം. അപ്പൊ എക്സ് കോർഡിനേറ്റ് കാണുമ്പോൾ എന്ത് ചെയ്യണം? രണ്ടുപേരുടെ എക്സ് കോർഡിനേറ്റ് കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എക്സ് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന് ആദ്യത്തെ പോയിന്റ് എടുക്കുമ്പോൾ രണ്ടാമത്തെ പോയിന്റിന്റെ റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് എടുക്കുമ്പോൾ ആദ്യത്തെ പോയിന്റിന്റെ റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത്രേ ഉള്ളൂ. x1 ആദ്യത്തെ പോയിന്റ് എയുടെ ആളായിരുന്നു. അപ്പൊ ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു? ബിന്റെ റേഷ്യോ ആയിട്ട് n ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത x2 ഇപ്പുറത്തെടുത്തപ്പോൾ എയുടെ റേഷ്യോ എമ്മുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഡിവൈഡ് ബൈ n പ്ലസ് m. ഡിവൈഡ് ബൈ അവരുടെ റേഷ്യോ ആഡ് ചെയ്യാം. ഇപ്പൊ 2:1 ആണെങ്കിൽ 2+1 എന്ന് ചെയ്യാം.
ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതുപോലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇത് തന്നെയാണ് എവിടെ സംഭവിക്കുന്നത്, 3Dയിലും സംഭവിക്കുന്നത്. ഒരു വ്യത്യാസമുള്ളൂ, ഏത് കോർഡിനേറ്റും കൂടെ വരും, Z കോർഡിനേറ്റും കൂടെ വരും. ഇപ്പുറത്ത് എന്ത് വരും, ഇന്റർണൽ ആണെങ്കിൽ NZ1 പ്ലസ് MZ2 ഡിവൈഡഡ് ബൈ N പ്ലസ് M. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ എന്ത് വരും, എക്സ്റ്റേണൽ ആണെങ്കിൽ എന്ത് വരും, NZ1 മൈനസ് MZ2 ഡിവൈഡഡ് ബൈ N മൈനസ് M. ആ ഒരു വ്യത്യാസം മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇതുപോലെയാണെങ്കിൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ടല്ലോ, ഓർമ്മ ഉണ്ടോ? മിഡ് പോയിന്റ് ഓഫ് 2 പോയിന്റ്സ് x1, y1 ആൻഡ് x2, y2. അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. എന്താ മിഡ് പോയിന്റ് ഇക്വേഷൻ? മിഡ് പോയിന്റ് ഈക്വൽ ടു മിഡ് പോയിന്റ് x, y, m ഓഫ് x, y ഈക്വൽ ടു ഇവരുടെ x കോർഡിനേറ്റും y കോർഡിനേറ്റും കൂട്ടുക ഡിവൈഡ് ബൈ 2, x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2. അപ്പൊ x കോർഡിനേറ്റ് കിട്ടി, മിഡ് പോയിന്റിന്റെ x കോർഡിനേറ്റ് കിട്ടി. ഇനി ഇവരുടെ y കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ മിഡ് പോയിന്റിന്റെ y കോർഡിനേറ്റും കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയാണ് ഏറ്റവും ബേസിക് ആയിട്ട് വളരെ ആദ്യം പഠിക്കേണ്ടതാണ്. ഡിസ്റ്റൻസ് ഫോർമുല എന്താന്ന് കണ്ടു, അതുപോലെ തന്നെ എന്ത് ചെയ്തു, സെക്ഷൻ ഫോർമുല കണ്ടു. ഇന്റേണലി ഉണ്ട്, എക്സ്റ്റേണലി ഉണ്ട്. ഇന്റേണലി ആകുമ്പോൾ എന്താ വ്യത്യാസം, ഇന്റേണലിയും എക്സ്റ്റേണലി നമ്മുടെ വ്യത്യാസം എന്താ, ഇന്റേണലി നടുവിൽ പ്ലസ് ആണ്, എക്സ്റ്റേണലി നടുവിൽ എന്താണ്, മൈനസ് ആണ്. ഇനി എങ്ങനെ ചെയ്യാ, ഏത് രണ്ട് പോയിന്റ് ഉണ്ടാവും, ഏത് പോയിന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അപ്പുറത്തെ പോയിന്റിന്റെ റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അത് ആലോചിച്ചാൽ മതി. പിന്നെ അതുപോലെ മിഡ് പോയിന്റിന്റെ ഫോർമുല എന്താ, x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2, y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് കാര്യം. മക്കൾ ഒന്ന് നോട്ട് ചെയ്തേ. ഓക്കെ മക്കളെ, അപ്പൊ അടുത്തതായിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈനിന്റെ പല പല രീതിയിൽ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. പല പല രീതിയിൽ എങ്ങനെയൊക്കെ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം, സന്ദർഭം അനുസരിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇനി ഓരോ സന്ദർഭങ്ങളും അപ്പൊ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് പറഞ്ഞിരുന്നത്. അതായത് ഇപ്പൊ 2 പോയിന്റ് തരികയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്ന 2 പോയിന്റ് തരികയാണെങ്കിൽ അത് ഉപയോഗിച്ച് 2 പോയിന്റ് ഫോം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ആ 2 പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാം. പിന്നെ അതുപോലെ ഇയാളുടെ സ്ലോപ്പും, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പും അയാൾ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു പോയിന്റും, സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു പോയിന്റും പിന്നെ ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പും നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ y ആക്സിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസും, ഇന്റർസെപ്റ്റിന്റെ ഡിസ്റ്റൻസും പിന്നെ അതുപോലെ സ്ലോപ്പും കിട്ടുകയാണെങ്കിൽ ഇന്റർസെപ്റ്റ് ഫോം വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ ഇന്റർസെപ്റ്റുകളുടെ പറഞ്ഞു തരാം കേട്ടോ, ഇന്റർസെപ്റ്റുകളുടെ ലെങ്ത് അറിയാന്നുണ്ടെങ്കിൽ അങ്ങനെയും സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാം. പല രീതിയിൽ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്താണോ സന്ദർഭം, ആ സന്ദർഭത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങോട്ട് വരിക. അപ്പൊ ആദ്യത്തെ കാര്യം ഇതാണ് 2.4. അതായത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്ന 2 പോയിന്റ് വന്നത്, 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്ന 2 പോയിന്റ് വന്നിട്ടുണ്ട്. അത് x1 y1, രണ്ടാമത്തെ പോയിന്റ് x2 y2 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്ന 2 പോയിന്റ് വന്നിട്ടുണ്ട്. ഒന്നാമത് x1 y1, രണ്ടാമത് x2 y2. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇതാണ്, സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഇതാണ്, y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഓക്കെ, അപ്പൊ ഇതാണ് 2 പോയിന്റ് തരികയാണെന്നുണ്ടെങ്കിൽ ആ 2 പോയിന്റിലൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് പോയിന്റ് സ്ലോപ്പ് ഫോം. ഇത് കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റും അതിന്റെ സ്ലോപ്പും, ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പും തരികയാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. y മൈനസ്, ഇപ്പൊ നമുക്ക് പടം വരയ്ക്കാം. അപ്പൊ നോക്കാട്ടോ, ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റ് വന്നിട്ടുണ്ട് x1, y1. ഇയാളുടെ സ്ലോപ്പ് എന്താണ്, m ആണ്. സ്ലോപ്പ് എന്താണ്, m ആണ്. ഈ 2 കാര്യങ്ങൾ തരികയാണെങ്കിൽ മാത്രം കണ്ടുപിടിക്കാനുള്ള രീതിയാണ് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. m ഇൻറ്റു x മൈനസ് x1. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. ഇനി നിങ്ങൾ മക്കളെ ഇങ്ങനെ കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും സ്ലോപ്പ് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എക്സിന്റെ കൂടെ ആയിരിക്കും. ആരുടെ കൂടെ ആയിരിക്കും, എക്സിന്റെ കൂടെ ആയിരിക്കും. എപ്പോഴും സ്ലോപ്പ് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആരുടെ കൂടെ ആയിരിക്കും, സ്ലോപ്പ്
ആരെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഒട്ടിപ്പിടിക്കാൻ ടീച്ചർ ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ എം എന്ന് പറയുന്നത് സ്ലോപ്പ് ആരുടെ കൂടെയോ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവുക, എക്സിന്റെ കൂടെയോ, വൈന്റെ കൂടെ അല്ല എക്സിന്റെ കൂടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് സ്ലോപ്പ് ആയിരിക്കും. കറക്റ്റ് ഫോം ആയിരിക്കണം കേട്ടോ. എപ്പോഴും സ്ലോപ്പ് ആരുടെ കൂടെ നിൽക്കുള്ളൂ, എക്സിന്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. ഒരു പോയിന്റും ഒരു സ്ലോപ്പും തന്നാലുള്ള അതിന്റെ സ്ലോപ്പ് തന്നാലുള്ള ഇക്വേഷൻ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് മക്കളെ, എന്താണ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇന്റർസെപ്റ്റ്? ഇന്റർസെപ്റ്റ് ഫോം, ഇന്റർസെപ്റ്റ് ഫോം ഇത്രയേ ഉള്ളൂ. പടം വരച്ച് കാണിച്ചാ ഇത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും, എക്സ് ആക്സും വൈ ആക്സും ആണ്. കോർഡിനേറ്റ് അല്ല, എക്സ് ആക്സും വൈ ആക്സും. അപ്പൊ നോക്കൂ, എന്റെ സ്ട്രെയിറ്റ് ലൈൻ നോക്കി ഇങ്ങനെ കടന്നു പോവാണ്. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കടന്നു പോവാണ്. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് നോക്കുക, a,0 ആണെന്ന് വിചാരിക്കുക. എക്സ് ആക്സിലെ എല്ലാ പോയിന്റിനും പ്രത്യേകത എന്താ? k,0 ആയിരിക്കും. അവിടെ y കോർഡിനേറ്റ് എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. y കോർഡിനേറ്റ് 0 ആയിരിക്കും വരിക. അതൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പൊ എക്സ് ആക്സിന് നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, a,0 എന്ന് പറയുന്ന പോയിന്റുകൾ കടന്നു പോകുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിന് കട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഏതോ a,0 കൂടെ കടന്നു പോകുന്നത് മനസ്സിലാക്കുക. അതുപോലെ y ആക്സിന് കട്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോയിന്റ് കൂടെ കടന്നു പോകുന്നു? 0,b കടന്നു പോകുന്നു. ഓക്കെ, അതില് എനെ വിളിക്കുന്ന പേരാണ് എക്സ് ഇന്റർസെപ്റ്റ്. ഓക്കെ, നമ്മുടെ എക്സ് ആക്സിനെ കട്ട് ചെയ്ത ആ പോയിന്റ് എക്സ് കോർഡിനേറ്റ് പറയുന്ന പേരാണ് എക്സ് ഇന്റർസെപ്റ്റ്. അതുപോലെ തന്നെ ബിനെ പറയുന്ന പേരാണ് എന്ത്? വൈ ആക്സിനെ കട്ട് ചെയ്യുമ്പോൾ ആ നീളം എന്ന് പറയാൻ പാടില്ല, എന്താണോ സൈൻ അത് ഉപയോഗിക്കണം. അവിടുത്തെ വൈ കോർഡിനേറ്റിനെ പറയുന്ന പേരാണ് എന്ത്? വൈ ഇന്റർസെപ്റ്റ്. ഓക്കെ, എക്സ് ആക്സിന് ഇനി കേട്ടോ, ഈ സൈഡ് കൂടെ കൊണ്ടു നോക്കിയാ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ മൈനസ് a,0 ആണെങ്കിൽ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് മൈനസ് a ആണ്. ആ ചിഹ്നം എടുക്കണം കേട്ടോ. ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ല. ലെങ്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ എന്താണ്? a,0 പാസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? a എന്ന് പറയുന്നതാണ് എക്സ് ഇന്റർസെപ്റ്റ്. 0,b പാസ് ചെയ്തു എന്ന് പറഞ്ഞാൽ b എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ്. y ആക്സിനെ എവിടെ കട്ട് ചെയ്യുന്നു? ആ പോയിന്റിലെ y കോർഡിനേറ്റിനെ പറയുന്ന പേരാണ് y ഇന്റർസെപ്റ്റ്. ഇനി 0,-b കടന്നു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിസിനെ -0,-b കട്ട് ചെയ്തു. അപ്പൊ എന്താണ് മക്കളെ y ഇന്റർസെപ്റ്റ്? -b ആണ് y ഇന്റർസെപ്റ്റ്. കറക്റ്റ് പറയണം, സൈൻ പറയണം. ഓക്കെ, അപ്പോ എക്സ് ആക്സിനെ കട്ട് ചെയ്ത് എക്സ് ഇന്റർസെപ്റ്റും തന്നു, y ഇന്റർസെപ്റ്റും തന്നു വിചാരിക്കാം. എക്സ് ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ട്, y ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയുള്ള പരിപാടി. ഇതാണ് ഇക്വേഷൻ. എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇന്റർസെപ്റ്റ്. അത് പോസിറ്റീവ് ആയാലും മൈനസ് ആയാലും ഒക്കെ താഴെ കേട്ടോ. എക്സ് എപ്പോഴും എക്സിന്റെ കോഎഫിഷ്യന്റ് ഉണ്ടാവും. x divided by x intercept plus y divided by y intercept equal to 1. ഇതാണ് ഇക്വേഷൻ. x divided by x intercept plus y divided by y intercept equal to 1. ഇതാണ് ഇന്റർസെപ്റ്റ് ഫോം. ഇന്റർസെപ്റ്റ് ഫോം ധാരാളം ചോദിക്കുന്നുണ്ടോ? ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ വന്നിട്ട് ഇന്റർസെപ്റ്റ് കാണാൻ പറയും. എക്സ് ഇന്റർസെപ്റ്റ് കാണും, വൈ ഇന്റർസെപ്റ്റ് കാണും എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ ഫോമിലേക്ക് ആക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് ഇന്റർസെപ്റ്റ് കാണാൻ പറയുമ്പോൾ എക്സ് ഇന്റർസെപ്റ്റിന്റെ പ്രത്യേകത എന്താ? അവിടെ y ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് കാണാൻ പറയുമ്പോൾ ടു ഫൈൻഡ് എക്സ് ഇന്റർസെപ്റ്റ് ഇങ്ങനെയല്ല, ഒരു ഇക്വേഷൻ വന്നിട്ട് ax + by + c = 0 എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ് ഇന്റർസെപ്റ്റ് കാണാൻ പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ എന്താക്കുക, അത് ഈക്വൽ ടു 1 ആക്കുക. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം വരുമ്പോൾ കാണാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 1 ആക്കിയിട്ട് എന്ത് ചെയ്യുക? ഈ ഫോമിലാക്കുക. ഏത് ഫോമിലാക്കുക? നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോമിലാക്കിയിട്ട് എക്സിന്റെ ചോട്ടിലുള്ളത് എക്സ് ഇന്റർസെപ്റ്റ്, വൈന്റെ ചോട്ടിലുള്ളത് വൈ ഇന്റർസെപ്റ്റ് എന്ന് എഴുതുക. അല്ല, വെറുതെ ഇന്റർസെപ്റ്റ് ഒരെണ്ണം മാത്രമേ കാണാൻ പറഞ്ഞുള്ളൂ, ഇത് മുഴുവൻ ചെയ്യേണ്ട കാര്യമില്ല. എക്സ് ഇന്റർസെപ്റ്റ് കാണാൻ പറയുമ്പോൾ പുട്ട് y = 0. കാരണം എക്സ് ഇന്റർസെപ്റ്റിൽ y കോർഡിനേറ്റ് എന്താണ് മക്കളെ? 0 ആണ്. ഓക്കെ, അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് കാണാൻ പറയുമ്പോൾ പുട്ട് y = 0. അതുപോലെ ടു ഫൈൻഡ് y ഇന്റർസെപ്റ്റ് കാണാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? പുട്ട് x = 0. എക്സിന് കൊടുക്കുക, എക്സിന് 0 കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ ടീച്ചർ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ 2x + 3y + 4 = 0 എന്നിട്ട് ഇതിന്റെ എക്സ് ഇന്റർസെപ്റ്റ് y ഉണ്ടല്ലേ 3y, ഇതിന്റെ എക്സ് ഇന്റർസെപ്റ്റ് കാണാൻ പറയൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ ഈ ഫോമിലേക്ക് എക്സ് ഇന്റർസെപ്റ്റ് y ഇന്റർസെപ്റ്റ് കാണാൻ പറയുമ്പോൾ വേണമെങ്കിൽ ഇത് ചെയ്തോ, കുഴപ്പമില്ല. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. എക്സ് ഇന്റർസെപ്റ്റ് മാത്രം കാണാൻ പറയുമ്പോൾ എന്ത് ചെയ്യുക? y-ന് 0 കൊടുക്കുക. എക്സ് ഇന്റർസെപ്റ്റ് കാണാൻ പറയുമ്പോൾ y-ന് 0 കൊടുക്കുക. അപ്പൊ 3 × 0, അപ്പൊ 3y ഉണ്ടാവില്ല. അപ്പൊ 2x =
എന്ത് വരും 2x - 4 = 0. അപ്പൊ x = -2 വരും. കട്ട് ചെയ്യുമ്പോൾ x = -2 അങ്ങനെ ചെയ്യാം. അല്ല ഈ ഫോമിലേക്ക് ആകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നോക്കുക, ആദ്യം ഈ കോൺസ്റ്റന്റ് അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പൊ 2x + 3y = -4. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം 1 ആക്കണം. ഇന്റർസെപ്റ്റ് ഫോം ആക്കാൻ പറയുമ്പോൾ ഇവിടെ ആദ്യം എന്താക്കണം? 1 ആക്കണം. അപ്പൊ എന്താ ചെയ്യാം? ഇവിടെയുള്ള നമ്പർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഒരു സൈഡിൽ മാത്രം ഡിവൈഡ് ചെയ്താൽ പോലെ കംപ്ലീറ്റ് ആയിട്ട് നീളം ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഹോൾ ഡിവൈഡഡ് ബൈ -4 ആണ്. അപ്പൊ എല്ലാ ടേമിലും ഡിവൈഡ് ചെയ്യാൻ പോവാ. 2x ഡിവൈഡഡ് ബൈ -4, 3y ഡിവൈഡഡ് ബൈ -4, -4 ഡിവൈഡഡ് ബൈ -4. അതെന്താ വരിക? 1. അപ്പൊ ആദ്യത്തെ ചടങ്ങ് ഇപ്പുറത്ത് എന്താക്കുക? 1 ആക്കുക എന്നുള്ളതാണ്. അപ്പൊ കോൺസ്റ്റന്റ് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അതിനെ എന്ത് ചെയ്യാം? നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിന് ഒന്നുമില്ല, അത് ക്യാൻസൽ ചെയ്യാൻ 2 അല്ലെ? ഇനി എക്സിന്റെ കോയിഫിഷ്യന്റ് എക്സിന്റെ വൈന്റെ കോയിഫിഷ്യന്റ് 1 ആയിരിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ഓൾറെഡി കുഴപ്പമില്ല. x ഡിവൈഡഡ് ബൈ -2. ഇവിടെ 3y ഉണ്ട്. ഈ 3 ചോട്ടിക്ക് കൊടുക്കുക. പ്ലസ് y ഡിവൈഡഡ് ബൈ -4/3 = 1. -4 ചോട്ടിക്ക് കൊടുക്കുക. അതല്ലേ 3y ആവുന്നത്. -4 ചോട്ടിക്ക് കൊടുക്കുക. അപ്പൊ മക്കളെ ഇവിടെ x ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് x ന്റെ ചോട്ടിൽ എടുക്കുന്നതാണ് -2, y ഇന്റർസെപ്റ്റ് y ന്റെ ചോട്ടിൽ എടുക്കുന്നതാണ് -4/3. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ഇന്റർസെപ്റ്റ് കാണാനുള്ള ഒരു രീതിയിൽ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഫോമിലേക്ക് പോവാം. ഇന്റർസെപ്റ്റ് ഫോം കഴിഞ്ഞു. ഇനി അടുത്തത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ്. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഇത് കണ്ടറിയാം. സ്ലോപ്പും തരും, പിന്നെ എന്ത് തരും? ഇന്റർസെപ്റ്റും തരും. സ്ലോപ്പും തരും, ഇന്റർസെപ്റ്റും തരും. അപ്പൊ അവിടെ 2 ഇന്റർസെപ്റ്റും തരില്ല. y ഇന്റർസെപ്റ്റ് ആണ് തരുന്നത്. എന്താണ് തരുന്നത്? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമില് y ഇന്റർസെപ്റ്റ് ആണ് തരുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. y ഇന്റർസെപ്റ്റും സ്ലോപ്പും ആണ് തരുന്നത്. x ഇന്റർസെപ്റ്റ് അല്ല കേട്ടോ. ഇന്റർസെപ്റ്റ് ഫോമില് x ഇന്റർസെപ്റ്റും തരും, y ഇന്റർസെപ്റ്റ് തരും. പക്ഷേ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമില് y നെ കട്ട് ചെയ്യുന്ന പോയിന്റ്, നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ y നെ കട്ട് ചെയ്യുന്നത് 0,c യിലാണെന്ന് വിചാരിക്കുക. c ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. y ഇന്റർസെപ്റ്റ് ആരെന്ന് പറയുന്നത്? c എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ലോപ്പ് ആരാണ്? m ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും തരാണെങ്കിൽ ഇക്വേഷൻ ആണ് y = mx + c. y = mx + c. y = mx + c. m എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ. c എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ y ഇന്റർസെപ്റ്റ് ആണ്. c എന്ന് പറയുന്നതിന്റെ y ഇന്റർസെപ്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് ക്ലിയർ ആണ്. ലാസ്റ്റ് ഒരു ഫോം എന്ന് പറയുന്നത് നോർമൽ ഫോം ആണ്. നോർമൽ ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയുള്ള കാര്യം. ഇപ്പോ നോക്കുക, എന്താണ്? ഇപ്പോ ഇതാണ് എന്റെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് വിചാരിക്കാം. ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒറിജിനിൽ നിന്ന് നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഇഷ്ടംപോലെ ലൈനുകൾ വരയ്ക്കാം. ഒറിജിനിൽ നിന്ന് ഈ സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഇഷ്ടംപോലെ ലൈൻസ് വരയ്ക്കാം. പക്ഷേ ഒറിജിനിൽ നിന്ന് നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഒരൊറ്റ പെർപെൻഡിക്കുലറേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഒറ്റ പെർപെൻഡിക്കുലറേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതാണ് പെർപെൻഡിക്കുലർ അല്ലെ? അപ്പോ ഈ പെർപെൻഡിക്കുലർ x ആക്സുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എന്ന് വിചാരിക്കുക. എന്താണ് ഈ പെർപെൻഡിക്കുലർ വെച്ചുള്ള കളിയാണ് കേട്ടോ. നോർമലാണ് പെർപെൻഡിക്കുലർ. നോർമൽ വെച്ചുള്ള കളിയാണത്. നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന നോർമൽ, അതിന്റെ ആംഗിൾ ആരുമായിട്ടുള്ള ആംഗിൾ എടുക്കുമ്പോൾ എപ്പോഴും എവിടെ എടുക്കുക? x ആക്സ്, പോസിറ്റീവ് x ആക്സുമായിട്ടുള്ള ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കുക. പിന്നെ അതുപോലെ ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് p ആണെന്ന് വിചാരിക്കുക. പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എന്താണെന്ന് കരുതുക? p ആണെന്ന് വിചാരിക്കുക. പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എന്താണെന്ന് കരുതുക? p ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ് x cos θ plus y sin θ = p. x cos θ plus y sin θ = p. ഓക്കെ, ക്ലിയർ അല്ലേ? x cos θ plus y sin θ = p. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത് അങ്ങനെയാണ് കാര്യമായിട്ട് ചോദിക്കാറില്ല, ബാക്കിയുള്ളതൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. 2 പോയിന്റ് ഫോം കിട്ടി, അതായത് 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള സൂത്രം കിട്ടി. പോയിന്റ് സ്ലോപ്പ് ഫോം കിട്ടി, അതായത് ഒരു പോയിന്റും സ്ലോപ്പും തന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇന്റർസെപ്റ്റ് ഫോം, ഇന്റർസെപ്റ്റ് എന്താണെന്ന് കിട്ടി. 2 ഇന്റർസെപ്റ്റുകൾ x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും തരികയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കിട്ടി. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം കിട്ടി. സ്ലോപ്പും y ഇന്റർസെപ്റ്റും തരികയാണെങ്കിൽ ഇക്വേഷൻ y = mx + c ആണെന്ന് കിട്ടി. അതുപോലെ നോർമൽ ഫോം നമുക്ക് കിട്ടി. ഇത്രയൊക്കെ രീതിയിലാണ് എന്ത് ചെയ്യാറുള്ളത്. ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ജനറൽ ഫോം പറഞ്ഞില്ലേ, ax + by + c = 0 ആണെന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞത്. ഇതൊക്കെ എഴുതി വന്നാൽ അവസാനം ഈ ഫോമിലേക്കാണ് വരിക. ax + by + c = 0 എന്ന് പറയുന്ന ഫോമിലാണ്. ഇങ്ങനെയാണ് സംഭവം. എന്നാൽ സ്ലോപ്പ് ആണല്ലോ ഇക്വേഷൻ ഇതാണ് കേട്ടോ. നോക്കുക,
മൈനസ് എ ബൈ ബി. ശ്രദ്ധിക്കണോ, മൈനസ് എ ബൈ ബി. നെഗറ്റീവ് ഓഫ് എക്സിന്റെ കോയിഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ വൈന്റെ കോയിഫിഷ്യന്റ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കട്ടോ. ചോദിക്കാൻ നമുക്ക് കുറെ ഉപയോഗിക്കേണ്ടി വരും. ഒരു സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ തന്നിട്ട് ഇപ്പൊ നോക്കിയേ, 2x plus 3y plus 4 equal to 0 അല്ലെ, ഇതിന്റെ സ്ലോപ്പ് ഒറ്റടിക്കോട്ട് നോക്കിയിട്ട് പറഞ്ഞൂടെ, മൈനസ് എ ഡിവൈഡഡ് ബൈ ബി, മൈനസ് ഓഫ് എക്സിന്റെ കോയിഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ വൈന്റെ കോയിഫിഷ്യന്റ്. മൈനസ് ഓഫ് എക്സിന്റെ കോയിഫിഷ്യന്റ് ആരാ, -2 ഡിവൈഡഡ് ബൈ 3, -2/3 ആണ് ഇതിന്റെ സ്ലോപ്പ്. ഓക്കെ, അപ്പൊ ഒരു സ്ട്രൈറ്റ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലോപ്പ് പറയാൻ പറ്റും, -a/b. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ മക്കളെ, ഒന്ന് നോട്ട് ചെയ്തേ. അപ്പോ അടുത്തതായിട്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, രണ്ട് സ്ട്രേറ്റ് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, if two lines L1 L1 perpendicular to L2 ആണെങ്കിൽ, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പുകളുടെ പ്രൊഡക്റ്റ് m1 into m2 equal to -1. ഓർമ്മയുണ്ടോ? അവരുടെ സ്ലോപ്പുകളുടെ പ്രൊഡക്റ്റ് എന്താണ്, m1 into m2 equal to -1. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് സ്ട്രേറ്റ് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, -1 ആണ്. ഇനിയല്ല, രണ്ട് സ്ട്രേറ്റ് ലൈൻസ് L1 പാരലൽ ടു L2 ആണെങ്കിൽ നമുക്കറിയാം, രണ്ട് സ്ട്രേറ്റ് ലൈൻ പാരലൽ ആണെങ്കിൽ അവർ രണ്ടുപേരുടെ ചെരിവ് സെയിം ആണ് അല്ലെ. ചെരിവ് എന്താണ്, സെയിം ആണ്. ചെരിവ് സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് സെയിം ആണ് അല്ലെ. അതായത് m1 equal to എന്താണ്, m1 equal to m2. അപ്പൊ രണ്ട് സ്ട്രേറ്റ് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പുകളുടെ പ്രൊഡക്റ്റ് എന്താണ്, -1 ആണ്. ഇനി അതുപോലെ രണ്ട് സ്ട്രേറ്റ് ലൈൻസ് പാരലൽ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ലോപ്പുകൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അവരുടെ സ്ലോപ്പുകൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി അടുത്ത സൂത്രം ഇതാണ്. ഇപ്പൊ രണ്ട് സ്ട്രേറ്റ് ലൈൻസ് കേട്ടോ, പാരലൽ ആണോ പെർപെൻഡിക്കുലർ ആണോ എന്ന് മനസ്സിലാക്കുക. നോക്കുക, ഇപ്പൊ L എന്ന് പറയുന്നത് ax plus by plus c equal to 0 ആണെന്ന് വിചാരിക്കുക. ax plus by plus c equal to 0. ഞാൻ എഴുതാണ് L പാരലൽ ടു L1 ആണെന്നുണ്ടെങ്കിൽ വേറൊരു സ്ട്രേറ്റ് ലൈൻ L1 എടുത്തു. അതായത് നമ്മുടെ ഈ സ്ട്രേറ്റ് ലൈനോട് L എന്ന് പറയുന്ന ax plus by plus c equal to 0 എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനോട് പാരലൽ ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈൻ എഴുതാൻ പറയുമ്പോൾ ഇത്രയും ചെയ്യുന്നുള്ളൂ, L1. അങ്ങനെയാണെങ്കിൽ L1 എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എക്സിന്റെ കോയിഫിഷ്യന്റും വൈന്റെ കോയിഫിഷ്യന്റും സെയിം ആയിരിക്കും. ax plus by plus k equal to 0 plus k equal to 0. അതെന്താ ഉദ്ദേശിക്കുന്നത്, എക്സിന്റെ കോയിഫിഷ്യന്റ് അതേപോലെ തന്നെയാവും, വൈന്റെ കോയിഫിഷ്യന്റ് അതേപോലെ തന്നെയാവും, കോൺസ്റ്റന്റ് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇനി അങ്ങനെയല്ല, ഇതിന്റെ മൾട്ടിപ്പിൾ ആവാൻ മതി. ഏത്, എയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഫോർ എക്സാമ്പിൾ പിടിച്ചു പറയുകയാണെങ്കിൽ 2x minus y plus 3 equal to 0. Okay, 2x minus y plus 3 equal to 0. This way എഴുതാൻ പോകട്ടോ, നോക്കിക്കോളൂ. 4x minus 2y plus 9 equal to 0. ശ്രദ്ധിക്കാട്ടോ, 4x നോക്കിയേ, ഇതിന്റെ ഡബിൾ അല്ലേ, ഇവിടുത്തെ റേഷ്യോ എത്രയാണ്, 2. റേഷ്യോ എന്ന് പറയുമ്പോൾ ഡബിൾ ആണ്, ഇവിടുത്തെ മൾട്ടിപ്പിൾ 2 ന്റെ മൾട്ടിപ്പിൾ ഡബിൾ ആണത്. അതുപോലെ -1 ഡബിൾ ആണ്, -2 കോൺസ്റ്റന്റ് മാത്രം എന്താണ് വ്യത്യാസമാണ്, ഡബിൾ അല്ലല്ലോ. 3 ന്റെ ഡബിൾ അല്ലല്ലോ, 9 അല്ല. അപ്പോ നോക്കുക, ഇവര് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ആര്, എയും ബിയും ഇവരുടെ കറസ്പോണ്ടിങ് എക്സിന്റെ കോയിഫിഷ്യന്റുകളും വൈന്റെ കോയിഫിഷ്യന്റുകളും എന്താണെങ്കിൽ പ്രൊപ്പോർഷൻ ആണെന്നുണ്ടെങ്കിൽ, ഒന്നൊന്നിന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവരെന്താണ്, പാരലൽ ലൈൻസ് ആണ്. അവരെന്താണ്, പാരലൽ ലൈൻസ് ആണ്. ക്ലിയർ ആണോ, കിട്ടുപോച്ചോ? ഇവര് പ്രൊപ്പോർഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അവര് പാരലൽ ലൈൻസ് ആണ്. അപ്പൊ അവിടെ ആകെ ആരിൽ മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ, കോൺസ്റ്റന്റ് മാത്രമേ എന്താവുള്ളൂ, മൾട്ടിപ്പിൾ ആവേണ്ടേ വരുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഇപ്പൊ ഇതിനോട് രണ്ടോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, 2x minus y plus 9/2 equal to 0. കണ്ടോ, അതിപ്പോ രണ്ടുപേരും എന്തായി, എക്സിന്റെ ടേം കറക്റ്റ് ആണ്, സെയിം ആണ്, വൈന്റെ ടേം കറക്റ്റ് ആണ്, പക്ഷെ ആരുടെ ടേം മാത്രം വ്യത്യാസമുണ്ട്, കോൺസ്റ്റന്റ് മാത്രം വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ രണ്ട് സ്ട്രേറ്റ് ലൈൻസ് പാരലൽ പറയുമ്പോൾ എന്ത് സംഭവിക്കാം, അവരുടെ എക്സും വൈയും സെയിം ആയിട്ട് എഴുതിയാൽ മതി. അതായത് എക്സിന്റെ ടേം തന്നെ എഴുതാം, ഇവിടെ 2x ആണ്, 2x എഴുതാം, 3x ആണെങ്കിൽ 3y ആണെങ്കിൽ 3y എന്ന് എടുത്ത് എഴുതാം. കോൺസ്റ്റന്റിന് മാത്രം എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. കോൺസ്റ്റന്റ് കൂടി സെയിം ആണെങ്കിൽ രണ്ടുപേരും സെയിം ലൈൻ ആയിരിക്കും. ഇതേ ഇക്വേഷൻ എനിക്ക് ഇവിടെ വരിക, അപ്പൊ രണ്ടുപേരും സെയിം ലൈൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ എല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രേറ്റ് ലൈൻ എന്നോട് അതിനോട് പാരലൽ ആയിട്ടുള്ള ലൈൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എന്തിനു മാത്രം വ്യത്യാസം വരുത്തിയാൽ മതി, കോൺസ്റ്റന്റിന് മാത്രം വ്യത്യാസം വരുത്തിയാൽ മതി. എക്സിന്റെ കോയിഫിഷ്യന്റും വൈന്റെ കോയിഫിഷ്യന്റും എന്തായിരിക്കണം, കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റ് ആയിട്ട് സെയിം ആയിട്ട് വരണം. ഓക്കെ, ഇനി അതുപോലെ ഇനി L പെർപെൻഡിക്കുലർ ടു L2. അതായത് ഈ സ്ട്രേറ്റ് ലൈനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈൻ കാണാൻ പറയുമ്പോൾ, അതായത് ax plus by plus c equal to 0 എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈൻ കാണാൻ പറയുമ്പോൾ ഇത്രയും ചെയ്യുള്ളൂ കേട്ടോ.
L2 എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, എക്സിന്റെ കോയിഫിഷ്യന്റ് തിരിച്ചും കൊടുക്കുക, വൈന്റെ കോയിഫിഷ്യന്റ് തിരിച്ചും കൊടുക്കുക. ചിഹ്നം നോക്കണ്ട. അതായത് bx ay, ഇനി ഇവിടെ ഉണ്ടായിരുന്ന ചിഹ്നം എന്താണോ അത് ചിഹ്നം മാറ്റും. നടുവിൽ പ്ലസ് ആയിരിക്കും, എന്താക്കി മാറ്റുക, മൈനസ് ആക്കി മാറ്റും. ഓക്കെ, എന്താ ചെയ്തത്? എക്സിന്റെ കോയിഫിഷ്യന്റ് ചിഹ്നമില്ലാണ്ട് എക്സിന്റെ കോയിഫിഷ്യന്റ് വൈക്ക് കൊടുത്തു, വൈന്റെ കോയിഫിഷ്യന്റ് എക്സിന് കൊടുത്തു. ഇനി വൈന് മുൻപുണ്ടായിരുന്ന ചിഹ്നം പ്ലസ് ആണെങ്കിൽ അവിടെ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ എന്താക്കുക, പ്ലസ് ആക്കുക. പ്ലസ് വേറൊരു കോൺസ്റ്റന്റ് ആണ്, പ്ലസ് k ഈക്വൽ ടു 0, വേറൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, കോൺസ്റ്റന്റ് വ്യത്യാസം ആയിരിക്കും. ഓക്കെ, അപ്പൊ പാരലൽ ആണെങ്കിൽ എക്സിന്റെ കോയിഫിഷ്യന്റും വൈന്റെ കോയിഫിഷ്യന്റും സെയിം ആണ്, കോൺസ്റ്റന്റിൽ മാത്രമേ മാറ്റുള്ളൂ. പക്ഷെ പെർപെൻഡിക്കുലർ ലൈൻസിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ എയും ബിയുടെയും കോയിഫിഷ്യന്റ്, എക്സിന്റെയും വൈന്റെയും കോയിഫിഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടുണ്ടാവും. വൈന്റെ സൈൻ എന്താണോ ആയിട്ടുണ്ടായിരുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പെർപെൻഡിക്കുലർ ലൈനിന്റെ വൈന്റെ സൈൻ. ഓക്കെ, ക്ലിയർ? ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, ഇപ്പൊ ഈ 2x മൈനസ് y പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഇതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ കാണാൻ പറയുമ്പോൾ, ഇക്വേഷൻ കാണാൻ പറയുമ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ വൈന്റെ കോയിഫിഷ്യന്റ് 1 ആണ്, ചിഹ്നം നോക്കണ്ടെന്ന് പറഞ്ഞു. വൈന്റെ കോയിഫിഷ്യന്റ് 1 ആണ്, എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണ്? 2 ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അപ്പൊ എന്ത് വരും? 1x 2y പ്ലസ് k ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഈ മൈനസ് ആയി മാറും, പ്ലസ് ആയി മാറും. ക്ലിയർ ആണല്ലോ? അപ്പൊ ചോദിക്കും, അയ്യോ k ഈക്വൽ ടു 0, k കിട്ടും ടീച്ചറെ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, മക്കളെ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ട് ഇതിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് എത്ര ലൈൻ കണ്ടുപിടിക്കാൻ പറ്റും? ഇഷ്ടംപോലെ ലൈൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരെണ്ണം, ഇവരൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അപ്പൊ കെയുടെ വാല്യൂ മാറുന്നോറും ഇവരിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. ഓരോരോ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക. യെസ്, തുടങ്ങാം. അടുത്തത് പറയാൻ പോകുന്നത് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. നമുക്ക് അവരുടെ സ്ലോപ്പ് മാത്രം മതി, നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ ആദ്യത്തെ ലൈൻ L1 ആണ്, L1ന്റെ സ്ലോപ്പ് M1 ആണ്. രണ്ടാമത്തെ ലൈൻ L2, ഇതിന്റെ സ്ലോപ്പ് M2 ആണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ നമുക്കറിയാം, രണ്ട് ആംഗിൾ കിട്ടും അല്ലെ? ഒരു ആംഗിൾ തീറ്റ, അതുപോലെ ഇപ്പുറത്തെ ആംഗിൾ 180 കൊണ്ട് മനസ്സിലാൽ മതി. കാരണം ഇത് രണ്ട് കൂട്ടുമ്പോ എത്രയാ? സ്ട്രെയിറ്റ് ലൈൻ ആംഗിൾ 180 ഡിഗ്രി. അപ്പൊ ഒരു ആംഗിൾ കിട്ടണമെങ്കിൽ അടുത്ത ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്യാം? 180 മനസ്സിലാൽ മതി അല്ലെ? ഈ ആംഗിൾ തന്നെയാവും ഇവിടെ ഉണ്ടാവുക, ഈ ആംഗിൾ ആവും ഇവിടെ ഉണ്ടാവുക. അപ്പൊ രണ്ട് ഡിഫറെന്റ് ആംഗിൾ കിട്ടാൻ നമുക്ക് ഒരു ആംഗിൾ കിട്ടാനുള്ളത് tan theta equal to modulus of m2 minus m1 divided by 1 plus m1 into m2. Tan theta equal to modulus of m2 minus m1 divided by 1 plus m1 into m2. ഇതൊക്കെ ഉപയോഗിച്ച് ഡയറക്റ്റ് ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് ചോദ്യങ്ങളാണ് വരുന്നത്. വേറെ ഒന്നും ചോദിക്കാൻ, കറക്റ്റ് ഈ ആംഗിൾ ബിറ്റ്വീൻ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ചെയ്യാൻ പറയും, വേറെ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടി വരും, കറക്റ്റ് ചെയ്യാം. ഡയറക്റ്റ് ചോദ്യം വരികയാണ്. അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ മക്കൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഈ പറഞ്ഞു തരുന്ന തിയറികളൊക്കെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം? മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത ചോദിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്തോ? അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. കാരണം അത് അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. അത് അങ്ങനെ തന്നെ കുറെ കാര്യങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഡയറക്റ്റ് ചോദ്യം ചോദിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യും. നമുക്കിവിടെ സ്ഥലമില്ല, ബാക്കി അടുത്തത് എഴുതാം. ഇതൊന്ന് നോട്ട് ചെയ്യും. നെക്സ്റ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ എന്താ പറയാ? ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, x1, y1 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. x1, y1. നമുക്ക് ഈ പോയിന്റ് ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഇഷ്ടം പോലെ രീതിയിൽ ലൈൻസ് വരയ്ക്കാം. പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ലൈൻസ് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസ്, ഈ ലെങ്തിനാണ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എപ്പോഴും ഷോർട്ടസ്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു പോയിന്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇക്വേഷൻ നമ്മൾ ഇത് തന്നെ തേർഡിൽ പഠിച്ചിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അവിടെ സെഡിന്റെ ടേം ഉണ്ട്, ഇവിടെ സെഡിന്റെ ടേം ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു, ഇതാണ് ഇക്വേഷൻ. ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇത്രയുള്ള കാര്യം. നമ്മുടെ ഈ ഇക്വേഷനിൽ എന്ത് കൊടുക്കുക? x1 y1 കൊടുക്കുക. x ഉള്ളടത്ത് x1 കൊടുക്കുക, y ഉള്ളടത്ത് y1 കൊടുക്കുക. അപ്പൊ മോഡുലസ് ആയിരിക്കും, കാരണം ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണ് എപ്പോഴും. അപ്പൊ a ഇൻറ്റു എക്സിന്റെ പൊസിഷനിൽ x1 കൊടുക്കുക, b ഇൻറ്റു y1ന്റെ പൊസിഷനിൽ y-ന്റെ പൊസിഷനിൽ y1 കൊടുക്കുക, പ്ലസ് c അവിടെ കിടന്നോട്ടെ, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഒരു പോയിന്റിൽ നിന്ന് x1 y1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ.
ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഇതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ a point and a straight line and a line and a straight line. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്, രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ പറയാൻ പോകുന്നത്. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്കറിയാം രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ ax plus by plus c1 equal to 0. ആകെ എന്തിനു മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ? ഈ കോഎഫിഷ്യന്റ്, ആ കോൺസ്റ്റന്റിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ഇക്വേഷൻ തന്നെയായിരിക്കും ax plus by plus c2 equal to 0. ഇനിയിപ്പോ ഒന്നൊന്നിന്റെ മൾട്ടിപ്പിൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഎഫിഷ്യന്റ് സെയിം ആക്കുക. ഡിവൈഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടോ എന്ത് ചെയ്യാ? നേരത്തെ നമ്മൾ കണ്ടില്ലേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു നമ്മൾ അവിടെ. അപ്പൊ എന്താക്കണം? സെയിം ആക്കണം കേട്ടോ. ഒന്നൊന്നിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ കറക്റ്റ് എയും ബിയും സെയിം ആക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഡിവൈഡ് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യണം. ഡയറക്റ്റ് ചോദ്യം ചോദിക്കട്ടോ. ഇതൊക്കെ കറക്റ്റ്, ഈ ക്വസ്റ്റൻസ് ഒക്കെ ഡയറക്റ്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യില്ല, കറക്റ്റ് ചോദ്യം. ഇത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ്? നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പോകണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുമായിട്ട് ചെറിയൊരു വ്യത്യാസം d equal to മോഡുലസ് ഓഫ് c2 minus c1 എന്നോ c1 minus c2 എന്നോ എന്തെങ്കിലും എഴുതാം, കാരണം മോഡുലസ് ആണ്. ഡിവൈഡഡ് ബൈ താഴെ സെയിം സാധനം റൂട്ട് ഓഫ് a square plus b square. റൂട്ട് ഓഫ് a square plus b square. ഇതാണ് രണ്ട് സ്ട്രെയിറ്റ് ലൈൻ, പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ ഡിസ്റ്റൻസ് ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ആണ്. ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ, ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. ടീച്ചർ നമ്മൾ അതിന്റെ ഇക്വേഷൻ, നമ്മളത് 3D നമ്മൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്. എന്താണ് വരയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇത്രയും വേണ്ടുള്ളൂ കാര്യം. ശ്രദ്ധിക്കുക, ഇതെന്താണ്? ax plus by plus c equal to 0. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. എന്നിട്ട് പറയാണ് ഇവിടെ എന്തുണ്ട്? x1, y1 എന്ന് പറയുന്ന എന്തുണ്ട്? ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ താഴത്തേക്ക് വരുമ്പോൾ ഈ പെർപെൻഡിക്കുലർ നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റില്ലേ, മുട്ടുന്ന പോയിന്റില്ലേ, ആ പോയിന്റിലാണ് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലറിന്റെ ഫൂട്ട്, പെർപെൻഡിക്കുലർ നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൽ വന്ന് തട്ടുന്ന പോയിന്റ്. ഇവിടെ കണ്ടത് ഈ ഡിസ്റ്റൻസ് ആയിരുന്നു. നമ്മൾ ചോദിക്കുന്നത് ഈ പോയിന്റ് ഇവിടേക്കുള്ള ഈ പോയിന്റ് എന്താണ്? x2, y2. ഇതാണ് ആ പോയിന്റ് എന്നുണ്ടെങ്കിൽ x2, y2 നമ്മൾ വിളിക്കുന്നത്. ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം x1, y1 എന്ന് പറയുന്നത് x2, y2 ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെ ഈ രണ്ട് പോയിന്റ്, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് x2, y2 എന്ന് പറയുന്നത്. രണ്ട് സ്ട്രെയിറ്റ് ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് കണ്ടെങ്കിൽ ആ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ സോൾവ് ചെയ്താൽ മതി. എക്സും വൈയും നമ്മൾ എന്തെങ്കിലും എലിമിനേഷൻ മെത്തേഡ് സോൾവ് ചെയ്യില്ലേ? രണ്ട് സ്ട്രെയിറ്റ് ലൈൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് കിട്ടുന്നത്? ആ രണ്ട് സ്ട്രെയിറ്റ് ലൈനുകളെ എന്ത് ചെയ്യുന്ന പോയിന്റ് ആണ്? കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് കിട്ടുന്നത്. അപ്പൊ അതിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനോട് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ സോൾവ് ചെയ്താൽ മതി. നമുക്കറിയാം ഇവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ അല്ലേ മക്കളെ? രണ്ടുപേരും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇതിന്റെ പെർപെൻഡിക്കുലർ ഇക്വേഷൻ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞായിരുന്നു എക്സിന്റെ വൈന്റെ ഇക്വേഷൻ അങ്ങോട്ട് മാറ്റിയിടുക. അപ്പൊ എന്ത് വരും? bx minus ay plus constant equal to 0 plus k equal to 0. ഇതിന്റെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ അങ്ങനെ ഉണ്ടാവും. അതിന്റെ x ന്റെ y ന്റെ ഇക്വേഷൻ അങ്ങോട്ട് തിരിച്ചിട്ട് സൈൻ മാറ്റുക. bx minus ay plus k equal to 0. അപ്പോൾ ആരെ കിട്ടണം? k കിട്ടണം. എന്ത് കിട്ടണം? k കിട്ടണം. k കിട്ടണമെങ്കിൽ മക്കളെ നമ്മുടെ ഇതാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ് ഇത് അല്ലേ? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ് bx minus ay plus k equal to 0. ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഒരു പോയിന്റിലെ മക്കളെ x1, y1. ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് x1, y1. അപ്പൊ x1, y1 എന്ന് പറയുന്ന ഈ പോയിന്റ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആര് കിട്ടും? k കിട്ടും. ആര് കിട്ടും? k കിട്ടും. അപ്പൊ k കിട്ടി കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനായി ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്, അതിനോട് സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ പോയിന്റ് കിട്ടും. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ തന്നെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി 3D ഇതിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പഠിക്കുക, അത് പഠിക്കുക. കാരണം ഇതിലേക്കും അതിലേക്കും ഒരുമിച്ച് ആവശ്യമില്ല, പഠിക്കുന്നതാണ് നല്ലത്. ഇത്രയുള്ള കാര്യം. നമുക്ക് x2, y2 ആട്ടോ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയാണ് പഠിച്ചത്. x2 minus x1 divided by a equal to y2 minus y1 divided by b equal to z ഇല്ലല്ലോ അല്ലേ? സോറി, അത് ഞാൻ 3D യിലേക്ക് പോയി. മൈനസ് ഓഫ് ദാ ഈ ax plus by plus c ഇല്ലേ, അതിൽ x1, y1 കൊടുക്കുക. നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ചെയ്യുന്ന പോലെ ax1 plus by1 plus c divided by a square plus b square. മക്കളെ റൂട്ട് ചെയ്യാട്ടാ, a square plus b square. ഈ x2, y2 എന്ന് പറയുന്നത് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് ഇക്വേഷൻ. x2, x1, y1 തന്നിട്ടുണ്ടാവും. a b c സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് ഉണ്ടാവും. ഇവിടെ x2, y2 മാത്രം നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം.
ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, ഇത് പഠിക്കുന്നതാവും ലാഭം. കാരണം ഇത് നമുക്ക് ക്രെഡിറ്റ് ഇതേപോലെ ആവശ്യമുണ്ട്. അവിടെ ഒരു പൊസിഷനോട് കൂടുതലുണ്ട്. ആര് മാത്രമുണ്ട്? Z2 - Z1 / C അങ്ങനെ സാധനോട് വരും. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇത് പഠിക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ്, ഇമേജ് ഓഫ് എ പോയിന്റ്. ഇമേജ് ഓഫ് എ പോയിന്റ് ഇതേ പരിപാടിയാണ്. എന്താണ്? ഇവിടെ ഇക്വേഷൻ ഉണ്ട്. ax + by + c = 0. ഇവിടെ ഒരു പോയിന്റ് x1, y1 ഉണ്ട്. x1, y1. അപ്പൊ നോക്കട്ടോ, ഈ x1, y1 ആവാന്ന് വിചാരിക്കുക. ഇവിടെ നിൽക്കുന്ന ഒരാളാണ്. അയാൾ എന്ത് ചെയ്യുന്നു? ഈ നിൽക്കുന്നത് കണ്ണാടിയാണെന്ന് വിചാരിക്കുക. ഈ സ്ട്രേറ്റ് ലൈനിൽ ഒരു കണ്ണാടി ഉണ്ടെന്ന് വിചാരിക്കുക, മിറർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ ഇവിടെ നോക്കുമ്പോ ഇയാളുടെ പ്രതിബിംബം, ഞാൻ ഇവിടെ നിന്ന് എന്റെ കണ്ണാടിയിൽ നോക്കുമ്പോ എന്റെ പ്രതിബിംബം അവിടെ ഉണ്ടാവും, അപ്പുറത്തുള്ളതായിട്ട് തോന്നുക അല്ലെ? അതായത് ഇയാൾ ഇവിടെ നോക്കുമ്പോ ഇപ്പുറത്ത് ഈ കണ്ണാടിയുടെ ഇപ്പുറത്തെ സൈഡിലുള്ളതായിട്ടാവും തോന്നുന്നുണ്ടാവുക. അതും എനിക്ക് എന്റെ നേരെ അതേ നേരെ, അതായത് ഇയാളുടെ പ്രതിബിംബം ഇവിടെ നോക്കാൻ തോന്നോ? ഇല്ല, നേരെ ഇവിടെ ഈ വരി, ഇതേ വരിയിലാവും നിൽക്കുന്നുണ്ടാവുക. പിന്നെ ഞാൻ ഈ കണ്ണാടിനെ എത്ര ഡിസ്റ്റൻസിലാവും നിൽക്കുന്നത് അതേ ഡിസ്റ്റൻസിലാവും എന്റെ പ്രതിബിംബം അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവുക അല്ലെ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഇതായിരിക്കും ആര്? x2, y2. ഇതായിരിക്കും എന്റെ പ്രതിബിംബം. ആരുടെ ഇമേജ്? x1, y1ന്റെ ഈ സ്ട്രേറ്റ് ലൈനിൽ നോക്കുമ്പോഴുള്ള ഇമേജ് ആരാണ്? x2, y2. ഓക്കെ, അപ്പൊ മക്കളെ ശ്രദ്ധിച്ചേ, നമ്മൾ തൊട്ട് മുമ്പിൽ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞില്ലേ? ഇനി ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഡിസ്റ്റൻസും ആയിരിക്കും സെയിം ആയിരിക്കും. ഇവിടെ ഏതാണ് x1, y1 എന്നുള്ള ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഇമേജിൽ നിന്ന് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഡയറക്റ്റ് ഇക്വേഷൻ പഠിക്കാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഇതുവരെ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ വരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഈ പോയിന്റ് പ്ലസ് ഈ പോയിന്റ് /2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ കിട്ടും. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. പക്ഷെ നമ്മൾ ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നോക്കുക, x2 - x1. x2 ഇവിടെ പറയുന്നത് x2, y2 പറയുന്ന ഇമേജ് ആണ് കേട്ടോ. ഇവിടെ എന്താണ്? ഇമേജ് ഓഫ് ദ പോയിന്റ് x1, y1. x2 - x1 / a same equal to y2 - y1 / b same equal to -2 into, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, -2 ഡബിൾ ആണ് ലെങ്ത്, അത്ര ഉള്ളൂ. -2 into same ax1 + by1 + c whole divided by a² + b². ഇത് തന്നെയാണ് ഇക്വേഷൻ. whole divided by a² + b². same ഇത് തന്നെയാണ് ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മക്കൾ എന്ത് ചെയ്തൊന്ന് നോട്ട് ചെയ്യൂ. അടുത്തതായിട്ട് നമ്മൾ ഓൾറെഡി ഡിറ്റർമിനൻസിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ട്രയാങ്കിളില് എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ വെർട്ടിസസ് എന്ന് കഴിഞ്ഞാൽ ഇത് x1, y1, അടുത്തത് x2, y2, അടുത്തത് x3, y3. വെർട്ടിസസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? എന്തായാലും ഇക്വേഷൻ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് x1, x2, x3, y1, y2, y3, 1, 1, 1. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുകഴിഞ്ഞതാണ് അല്ലെ? ഇനി അടുത്തതായിട്ട് ഈ 3 പോയിന്റ് കൊളീനിയർ ആണെങ്കിൽ നോക്കട്ടോ, x1, y1 ഉം x2, y2 ഇപ്പോൾ ഒരു ലൈനുമലാണ്. ഇനി x3, y3 മാത്രം ഈ ലൈനുമലല്ല, നീങ്ങാൻ നിൽക്കുന്നത് അല്ലെ? ഇതിങ്ങനെ നീങ്ങി നിൽക്കുന്നതാണ് ഇവിടെ ഒരു ഏരിയ ഉണ്ടാവുന്നത്. ഇനി ഇത് ഇവര് 3 പേരും കൊളീനിയർ ആണെങ്കിൽ ഈ x3, y3 ഞാൻ പിടിച്ചു വലിച്ച് അവിടെ കൊണ്ടുവന്നിടണം, ഇവിടെ കൊണ്ടുവന്നിടണം. ഈ x1, y1ന്റെയും x2, y2 ഇതിന്റെ ഇടയിൽ വന്ന് കൊണ്ടുപോയി ഇടണം. അപ്പൊ ഇവര് 3 പേരും കൊളീനിയർ ആണെങ്കിൽ അവിടെ ട്രയാങ്കിൾ ഉണ്ടാവോ? ട്രയാങ്കിൾ ഉണ്ടാവില്ല. ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും വരിക? 0. ഇല്ലാത്ത ട്രയാങ്കിളിന്റെ ഏരിയ 0. അപ്പൊ ഏരിയ, അപ്പൊ ഇങ്ങനെ നോക്കുക, 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഡിറ്റർമിനന്റ് നോക്കുക. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് എന്താ വരിക? ഏരിയ ആണ് വരിക. ഇവിടെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. അപ്പൊ ഇതാണ് പറയുന്നത്, if 3 points x1, y1, x2, y2 and x3, y3 are collinear. വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ, ചോദിക്കട്ടോ. ഈ ചോദ്യം ഡയറക്റ്റ് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ചോദിക്കുന്നുണ്ട്. are collinear, then determinant of x1, x2, x3, y1, y2, y3, 1, 1, 1 equal to 0. 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പറയണമെങ്കിൽ അവരുടെ ഡിറ്റർമിനന്റ് എന്താണെന്ന് നോക്കുക, ഈക്വൽ ടു 0 ആണെന്ന് നോക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണ്. ഇനി നിങ്ങൾ പറയാൻ പോകുന്നത്, നിങ്ങൾ കാണാൻ പോകുന്നത് ഓർമ്മയില്ലാത്ത പണ്ട് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ശ്രദ്ധിക്കാം. ഒരു ട്രയാങ്കിളിനെയും സർക്കിളിനെയും സംബന്ധിച്ച് ശ്രദ്ധിക്കാട്ടോ. ഒരു ട്രയാങ്കിളിനെയും സർക്കിളിനെയും സംബന്ധിച്ച് ഒരു ട്രയാങ്കിളിന്റെ നോക്കുക, ഒരു ട്രയാങ്കിൾ എടുത്തു.
ഓക്കെ, ഒരു ട്രയാങ്കിളിന്റെ x1 y1, അടുത്ത പോയിന്റ് x2 y2, അടുത്ത പോയിന്റ് x2 y2, അടുത്ത പോയിന്റ് x3 y2. ഓക്കെ, മീഡിയൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? മീഡിയൻ എന്താണ്? മീഡിയൻ ഈ സ്ട്രെയിറ്റ് ലൈൻ ഈ ലൈൻ മേലേക്ക്, അതായത് ഈ പേര് കൊടുക്കാം എ ബി സി. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളില് ഇപ്പൊ സി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് എ ബിയുടെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ് മീഡിയൻ. ഓക്കെ, മീഡിയൻ ഫ്രം സി ടു എ ബി, അതായത് എ ബിയുടെ മിഡ് പോയിന്റിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സ് വരച്ചു. അതുപോലെ ബി സിയുടെ മിഡ് പോയിന്റിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയ എയിൽ നിന്ന് വരച്ചു. അതാണ് എയിൽ നിന്നുള്ള മീഡിയൻ, ബി സിയിലേക്കുള്ള മീഡിയൻ. അതുപോലെ സിയിൽ നിന്ന് എന്ത് ചെയ്തു? ബിയിൽ നിന്ന് എന്ത് ചെയ്തു? എ സിയുടെ മിഡ് പോയിന്റിലേക്ക് ഒരു മീഡിയൻ വരച്ചു. അപ്പൊ ഈ മീഡിയൻസ് എല്ലാം കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണ്, 3 മീഡിയൻസ് കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പൊ ഇതാണ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എന്താണ്? മീഡിയൻസ് ജോയിൻ ചെയ്യുന്ന പോയിന്റ്, മീഡിയൻസ് ജോയിൻ ചെയ്യുന്ന പോയിന്റ്, പോയിന്റ് അറ്റ് വിച്ച് മീഡിയൻസ് ജോയിൻ. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. സെൻട്രോയിഡിനെ നമ്മൾ ജി എന്നാണ് നോട്ടേറ്റ് ചെയ്യാറുള്ളത്, ജി എന്നാണ് നോട്ടേറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. സെൻട്രോയിഡിനെ ഇതാണ് ഇക്വേഷൻ x1 plus x2 plus x3 whole divided by 3. അതായത് 3 വെർട്ടെക്സുകളുടെയും എക്സ് കോർഡിനേറ്റുകളെ ആഡ് ചെയ്ത് ഹോൾ ഡിവൈഡഡ് ബൈ 3. അതുപോലെ y കോർഡിനേറ്റ് അപ്പൊ എന്തായിരിക്കും വരിക? y1 plus y2 plus y3 ഹോൾ ഡിവൈഡഡ് ബൈ 3. മിഡ് പോയിന്റിന്റെ പോലെ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഇക്വേഷൻ ആണ് എന്ന് പറയുന്നത് സെൻട്രോയിഡ് ഇക്വേഷൻ. ഓക്കെ, സെൻട്രോയിഡ് എന്താണെന്ന് മനസ്സിലായല്ലോ? 3 ട്രയാങ്കിളിന്റെ 3 മീഡിയൻസ് ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് സെൻട്രോയിഡ്. അതെങ്ങനെയാണ് വിളിക്കുക? x1 വെർട്ടെക്സുകളുടെ x കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ 3, y കോർഡിനേറ്റ്സ് ഡിവൈഡഡ് ബൈ 3. ഓക്കെ, നെക്സ്റ്റ് സർക്കം സെന്റർ ആണ്. എന്താണ്? സർക്കം സെന്റർ. സർക്കം സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ നമ്മൾ പുറത്ത് വരയ്ക്കുന്ന വൃത്തം, ബാഹ്യവൃത്തം, പരിവൃത്തം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മള് അല്ലെ? എന്താണ്? ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന ട്രയാങ്കിൾ, ഇതൊരു സർക്കിൾ തോന്നുന്നില്ല, ഇതിന് പുറത്ത് വരയ്ക്കുന്ന സർക്കിൾ, അതിന്റെ ആ പുറത്ത് വരയ്ക്കുന്ന ഈ സർക്കിളിന്റെ എന്താണ്? സർക്കിളിന്റെ സെന്റർ ആണ് ഈ സർക്കം സെന്റർ എന്ന് പറയുന്നത്. നമ്മളിത് വരയ്ക്കാറുണ്ട്, എങ്ങനെയാന്ന് പറഞ്ഞതെന്ന് പറയണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം വരുമ്പോൾ ചെയ്യാം. സർക്കം സെന്റർ ഇക്വേഷൻ അല്ല, ടീച്ചർ എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പോ അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാം. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിന്റെ സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കണമെങ്കിൽ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ അറിയുമോ? അതിന്റെ സെന്റർ കണ്ടുപിടിക്കട്ടെ. സർക്കം സെന്റർ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ബി സി ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. അപ്പൊ ബി സി എടുത്തു, അതിങ്ങാണ്ട് നമ്മളെപ്പോഴും ബേസ് ആയി എടുക്കുന്നതാണല്ലോ. അപ്പൊ ബി സി എടുത്തു. ബി സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് ബിന്റെയും സിന്റെയും മിഡ് പോയിന്റ് കൂടി ആവും ബൈസെക്ട് ചെയ്തതുകൊണ്ട് ഇയാൾ കടന്നു പോവുക. പിന്നെ ഇയാൾ എന്ത് ചെയ്യും? ബി സിയോട് പെർപെൻഡിക്കുലർ ആയിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതുപോലെ വേറെ ഏതെങ്കിലും ഒരു സൈഡിന്റെയും കൂടെ എ സിയുടെയും കൂടി പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്തു. എ സിയുടെയും കൂടി പെർപെൻഡിക്കുലർ, ഇത് വൃത്തിയൊന്നും അറിയില്ല, പെർപെൻഡിക്കുലർ ആയിരിക്കും വേണം, എ സിയുടെ മിഡ് പോയിന്റിലൂടെ കടന്നു പോകാൻ വേണം. അതുപോലെ എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്ത രണ്ട് ലൈൻ കിട്ടിയാൽ മതി, അതും ഇതിലൂടെ കടന്നു പോവാ, ഇതിനുള്ളിൽ കൂടെയും കടന്നു പോവാ. ഓരോ വശത്തിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് എന്ന് പറയുന്നത് സർക്കം സെന്റർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? സർക്കം സെന്റർ ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് perpendicular bisectors of the sides of the triangle join. Perpendicular bisectors join ചെയ്യുന്ന പോയിന്റ് ആണ് എന്ന് പറയുന്നത് സർക്കം സെന്റർ. മീഡിയൻസ് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് എന്ന് പറയുന്നത് സെൻട്രോയിഡ്. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഓർത്തോ സെന്റർ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കണം. അടുത്തത് ഓർത്തോ സെന്റർ ആണ്. ഓർത്തോ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾട്ടിറ്റ്യൂഡ്സ് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ്. ഈസ് ദ പോയിന്റ് ഇതൊക്കെ പോയിന്റ്സ് ആണ് കേട്ടോ. അറ്റ് വിച്ച് the altitudes of the sides
from the opposite vertices join. മനസ്സിലായോ? അതായത് പറഞ്ഞുതരാം. ഇപ്പൊ ഈ ട്രയാങ്കിൾ എടുത്തു, ഇതാണ് എ, ഇതാണ് എന്ത്, ഇത്തിരി കൂടെ ഭംഗിയിലയക്കാം വരയ്ക്കുമ്പോ. അതായത് ഇത് എ, ഇത് ബി, ഇത് സി. എയിൽ നിന്ന് ബി സിയിലേക്ക് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡ്, മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് കൂടെ കടന്നു പോവുക. മിഡ് പോയിന്റ് കൂടെ കടന്നു പോകുമ്പോൾ പെർപെൻഡിക്കുലർ ആണോ നിർബന്ധമില്ല, അത് പെർപെൻഡിക്കുലർ ആണോ? അല്ല. ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ വരയ്ക്കണം. മിഡ് പോയിന്റ് കൂടെ കടന്നു പോകുന്ന യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പൊ ഈ പെർപെൻഡിക്കുലർ, ഏത് പെർപെൻഡിക്കുലർ? ഓൾട്ടിറ്റ്യൂഡിന് എവിടേക്ക്? ബി സിയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. അയാളെ വിളിക്കുന്ന പേരെന്ത്? ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, അതുപോലെ ബിയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് ആരാ? എ സിയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. ഇവരുടെ ജോയിൻ ചെയ്യുന്നുണ്ടോ? അടുത്തത് ഇതിലുള്ള തന്നെ വരിക, ജോയിൻ ചെയ്യുക. സിയിൽ നിന്ന് എ ബിയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. ഈ പെർപെൻഡിക്കുലർ, ഈ ഓൾട്ടിറ്റ്യൂഡ്സ്, ഇവരുടെ പറയുന്നവരാണ് ഓൾട്ടിറ്റ്യൂഡ്സ് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് എന്ന് പറയുന്നത് ഓർത്തോസെന്റർ എന്ന് പറയുന്നത്. ഇത് ഡിഫറെന്റ് ആണ് കേട്ടോ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഇത് ഒരു വെർട്ടെക്സ് ആണ് പോകുന്നത്. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ വെർട്ടെക്സിൽ പോകുന്നത് യാതൊരു നിർബന്ധവും ഇല്ല. അതൊക്കെ സംഭവിക്കും ഈക്വൽ ട്രയാങ്കിളിൽ. പറഞ്ഞുതരാം. അതൊക്കെ ഈക്വൽ ട്രയാങ്കിൾ എല്ലാവരും ഒരേ ആളായിട്ട് വരിക. നോക്കട്ടെ, ഇവിടെ പറയുന്നത് ഇവര് 3 പേര് ഡിഫറെന്റ് ആണ്. ആര്? സർക്കംസെന്റർ എന്ന് പറയുന്നത് ഓരോ വശത്തിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അവിടെ ബൈസെക്ടർ എന്ന വാക്കുണ്ട്. ബൈസെക്ട് ചെയ്യാൻ വേണം, പെർപെൻഡിക്കുലർ ആയിരിക്കും വേണം ഓരോ വശത്തിന്റെയും. അവര് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് ആരെന്ന് പറയുന്നത്? സർക്കംസെന്റർ. ഓർത്തോസെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വെർട്ടെക്സിൽ നിന്നുമുള്ള ഓൾട്ടിറ്റ്യൂഡ്സ് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് ഓർത്തോസെന്റർ. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ മീഡിയൻസ് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ്. അയാൾക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? ഇക്വേഷൻ ഉണ്ട്. ഇതിന് ഇക്വേഷൻ ഇല്ല. ഈ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് സ്ലോപ്പ് എന്തായിരിക്കും? m1 × m2 = -1. ആ സംഭവം ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഇതും ഈ ഓർത്തോസെന്ററും പിന്നെ സർക്കംസെന്ററും കൂടുതലും കണ്ടുപിടിക്കാറുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി 2-3 കാര്യങ്ങളും കൂടെ ഇവര് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഇൻ ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളില് ഈ 3 പേര് കൂടി ഒറ്റ പോയിന്റ് ആയിരിക്കും. ഈ 3 പേര്, ഇതിപ്പോ 3 ട്രയാങ്കിൾ, ഏതെങ്കിലും ട്രയാങ്കിളിനെ സംബന്ധിച്ച് സെൻട്രോയിഡ് ഒരു സ്ഥലത്തായിരിക്കും, എവിടെ ഇയാള് വേറെ സ്ഥലത്തായിരിക്കും, ആര് ഓർത്തോസെന്റർ വേറെ സ്ഥലത്തായിരിക്കും, സർക്കംസെന്റർ വേറെ സ്ഥലത്തായിരിക്കും. പക്ഷേ ഈക്വൽ ട്രയാങ്കിൾ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യും? കോയിൻസൈഡ് ചെയ്യും. ഇവരെല്ലാവരും കൂടി ഒരൊറ്റ പോയിന്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഈക്വൽ ട്രയാങ്കിൾ ഓർത്തോസെന്ററിനെ ടീച്ചർ O എന്ന് വിളിക്കാണ് കേട്ടോ. ഓർത്തോസെന്ററിനെ O എന്ന് വിളിക്കാണ്, സർക്കംസെന്ററിനെ C എന്ന് വിളിക്കാണ്. ഓക്കെ, ഓർത്തോസെന്റർ O, C ആൻഡ് G coincides. ഇവര് 3 പേര് എന്ത് ചെയ്യും? കോയിൻസൈഡ് ചെയ്യുന്നു. ഇവര് 3 പേര് എന്ത് ചെയ്യുന്നു? കോയിൻസൈഡ് ചെയ്യുന്നു. എവിടെ? ഈക്വൽ ട്രയാങ്കിളിന്റെ അകത്ത് ഇവർ 3 പേര് തന്നെ ഒറ്റ ആൾക്കാരാണ്. ഒരു പോയിന്റ് തന്നെയാണ് ഓർത്തോസെന്ററും സെൻട്രോയിഡും പിന്നെ ആരുമായിട്ട് വരുന്നത്? സർക്കംസെന്ററുമായിട്ട് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഇവരെപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനിലാവും കിടക്കുന്നുണ്ടാവുക. എപ്പോഴും എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഇവരൊരു സ്ട്രെയിറ്റ് ലൈനിലാവും കിടക്കുന്നുണ്ടാവുക. അതായത് കണ്ണി കണ്ട പോലെ കിടക്കില്ലാന്ന്. ഇപ്പൊ ഒരു ട്രയാങ്കിൾ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ ഓർത്തോസെന്റർ, ഇവിടെ സെൻട്രോയിഡ്, ഇവിടെ അങ്ങനെയല്ല കിടക്കുന്നുണ്ടാവുക. ഈ ഓർത്തോസെന്ററും പിന്നെ അതുപോലെ എന്താണ് സെൻട്രോയിഡും സർക്കംസെന്ററും കൊളീർ ആയിരിക്കും. അവർ 3 പേരും ഒരേ ലൈനിലാവും കിടക്കുന്നുണ്ടാവുക. അപ്പോ ശ്രദ്ധിക്കാട്ടോ, ഇതാണ് ഓർത്തോസെന്റർ, ഇവിടെയാണ് സർക്കംസെന്റർ എന്ന് വിചാരിക്കുക. ഇവിടെയാണ് എന്ത് വരിക? G സെൻട്രോയിഡ് വരിക. ഒരു റേഷ്യോ ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചർ പറഞ്ഞ പോയിന്റ് ഒക്കെ അതേപോലെ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിക്കുക. നോക്കുക, ഏതൊരു ട്രയാങ്കിൾ എടുത്താലും ഈക്വലാറ്ററലാകുമ്പോൾ എല്ലാവരും ഒരേ പോയിന്റ് തന്നെയാണ്. അതല്ലാതെ ലോകത്തുള്ള ഏത് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും ഈ ഓർത്തോസെന്ററും സെൻട്രോയിഡും സർക്കംസെന്ററും എന്താ സംഭവിക്കുക? ഒരൊറ്റ ലൈനിലാവും കിടക്കുന്നുണ്ടാവുക. ഒരു റേഷ്യോ ഉണ്ട്. ആദ്യം ഓർത്തോസെന്റർ കണ്ടോ, ടീച്ചർ വരച്ചിരിക്കുന്നുണ്ടോ? 2:1 ആണ് ഒരു റേഷ്യോ. എന്താണ് റേഷ്യോ? ഓർത്തോസെന്ററിന് സെൻട്രോയിഡിലേക്കുള്ള ലെങ്ത് 2 ആണെങ്കിൽ അതിന്റെ പകുതി വരുള്ളൂ എവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്? ജിയിൽ നിന്ന്, സെൻട്രോയിഡിൽ നിന്ന് സർക്കംസെന്ററിലേക്കുള്ള ലെങ്ത് 2:1. ഓർത്തോസെന്ററിൽ നിന്ന് സെൻട്രോയിഡിലെ ലെങ്ത്തിന്റെ പകുതി ഉള്ളൂ എവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത്? സെൻട്രോയിഡിൽ നിന്ന് സർക്കംസെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റ്. ഇനി ശ്രദ്ധിക്കാം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കേട്ടോ. നോക്കിയത് എന്ത് ട്രയാങ്കിളാ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് പഠിച്ചിട്ടുള്ളത്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളില് എന്താ മക്കളെ ഓർത്തോസെന്റർ വരിക? നമ്മൾ എന്താ പറയുക? ഓർത്തോസെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഓൾട്ടിറ്റ്യൂഡ്സ് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് അല്ലെ? നോക്കി, ഈ പോയിന്റിലുള്ള ഓൾട്ടിറ്റ്യൂഡ് ഇത് തന്നെയല്ലേ? ഈ ലൈൻ തന്നെയല്ലേ? ഈ പോയിന്റിലുള്ള ഓൾട്ടിറ്റ്യൂഡ് ഇത് തന്നെയല്ലേ?
അപ്പൊ ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്ത് എവിടെയാ? ഇവിടെ അല്ലേ, 90 ഡിഗ്രിയിലല്ലേ. ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്നുള്ള ഓൾട്ടിറ്റ്യൂഡും ജോയിൻ ചെയ്ത് എന്തായിരിക്കും ഇതിനുള്ളിൽ വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, എന്ത് ട്രയാങ്കിളാ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ അകത്തെ ഓർത്തോ സെന്റർ എന്ന് പറയുന്നത് ആരാണ്? ആ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ വരുന്ന ആംഗിൾ, ആ പോയിന്റ് ആണ് എന്ന് പറയുന്നത് ഓർത്തോ സെന്റർ. അപ്പൊ ഇവിടെയാണ് എന്ത് പറയുന്നത്? ഓർത്തോ സെന്റർ. ക്ലിയർ ആണല്ലോ? ഇത് ടീച്ചർ ഫിഗർ കാണിച്ചു തന്നെ കേട്ടോ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ റൈറ്റ് ആംഗിൾ വരുന്ന പോയിന്റ് ആണ് ആരെന്ന് പറയുന്നത്? ഓർത്തോ സെന്റർ. ഓക്കെ, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ അവിടെ വേണ്ട, ഇവിടെ തന്നെ എഴുതാം. ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ്. ആരുടെ മിഡ് പോയിന്റ് ആണ്? ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ് സർക്കം സെന്റർ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സർക്കം സെന്റർ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ രണ്ടാൾക്കാരെ കിട്ടി. ആരൊക്കെയാണ്? ഒന്ന് സർക്കം സെന്റർ ആണ്. സർക്കം സെന്റർ എവിടെ ഉണ്ടാവുക? ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റ് ആണ് സർക്കം സെന്റർ. ഏതാണ് ഓർത്തോ സെന്റർ? 90 ഡിഗ്രി ഏത് പോയിന്റിലാണ് വന്നിരിക്കുന്നത്? ആ പോയിന്റ് ആണ് എന്ത്? ഓർത്തോ സെന്റർ. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ 2 ഡയമെൻഷനിൽ, അതായത് സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വെച്ചാൽ മക്കളൊന്ന് നോട്ട് ചെയ്യും.